പാലക്കാട് മലമ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റെന്ന പരാതി. പ്രഭാകരൻ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ലെന്ന് കാട്ടി BJP പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗോകുൽ VS ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഗോകുൽ, ഈ സംഭവത്തിൽ എന്താണ് ഈ നാമനിർദ്ദേശ പത്രികയിൽ എന്ത് തെറ്റ് എന്നാണ് പരാതി വന്നിട്ടുള്ളത്? നാമനിർദ്ദേശ പത്രികയിൽ പ്രധാനമായും സ്വത്തിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് പരാതി. അതായത് പ്രഭാകരനുള്ള സ്വത്ത് വിവരങ്ങൾ അത് ആയുള്ളതാണോ അതോ ആർജിത സ്വത്താണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതിലൊരു വ്യക്തത വരുത്താൻ നാളെ രാവിലെ 10 മണിവരെ പ്രഭാകരന് സമയവും അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഈ സ്വത്ത് വിവരങ്ങൾ, അതായത് പ്രഭാകരൻ നോമിനേഷൻ നൽകിയിട്ടുള്ള സ്വത്തുക്കൾ സ്വയാർജിതമാണോ അതല്ല പാരമ്പര്യമായി നേടിയതാണോ, ആണെങ്കിൽ അതിനുള്ള രേഖകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഹാജരാക്കാനാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ എതിർകക്ഷികൾ ആരോപണം ഉന്നയിച്ചു. അതിനെ തുടർന്നാണ് ഈ പത്രിക ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രഭാകരന്റെ പത്രിക പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുക. ശരി, വിശദവിവരങ്ങൾ പങ്കുവച്ചത് ഗോകുൽ VS ആണ്.